എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ശ്രുതി, ജർമ്മനിയിലാണ്. ജർമ്മനിയിൽ നഴ്സിംഗ് ഹോസ്പിറ്റലിൽ ചെയ്യാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പം ഞാൻ ഇന്ന് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു കമന്റിൽ ഒരു ക്യൂട്ടായിട്ട് മെസ്സേജ് കണ്ടായിരുന്നു. ചേച്ചി ഒന്ന് കിച്ചൺ കാണിച്ചു തരൂ പ്ലീസ് എന്ന് പറഞ്ഞിട്ട്. ഒരു കിച്ചൺ കാണിച്ചു തരാൻ വേണ്ടി അധികം സമയമൊന്നും വേണ്ടല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ആ വീഡിയോ ചെയ്തേക്കാന്ന്. ഇന്ന് എനിക്ക് ചെറിയ പനിയൊക്കെ ഉണ്ട്, എന്നാലും എന്തോ ഒരു കിച്ചൺ അല്ലേ. അത് ഞങ്ങളുടെ കിച്ചണായിട്ട് പ്രത്യേകതയുണ്ട്, കുഞ്ഞു കിച്ചണാണ്. അതേ മുന്നേ ഇതെന്റെ രണ്ടാമത്തെ വീടാണ്. ആദ്യം നിന്നത് ഞാൻ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റിലായിരുന്നു. അപ്പൊ അതിന് മുന്നേ എന്താണ് ഈ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ സ്പേസ്, ഒരു റൂം. ആ റൂമിൽ തന്നെ ആയിരിക്കും നമ്മുടെ ബെഡ് വരുന്നത്, അതുപോലെ തന്നെ ഡൈനിങ് ടേബിള്, അതുപോലെ നമ്മുടെ ഷെൽഫ്, നമ്മുടെ കിച്ചണിന് വേണ്ടി ഒരു ചെറിയ സ്പേസ് ഉണ്ടാവും. അപ്പോൾ പിന്നെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ബാത്റൂം വരെ സെപ്പറേറ്റ് കാണും. അപ്പൊ ഇതൊരു ചെറിയ സ്പേസിലായിട്ടായിരിക്കും. ഇതാണ് സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്. ഒട്ടും മോശമുള്ളതല്ല, നല്ല സൂപ്പറാണ്. അവിടെ നമുക്കൊരു പ്രൈവറ്റ് സ്പേസ് ആണ് അത്. പക്ഷെ അതിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാനിപ്പോൾ ഒരു വീട് പോലെയാണ് നിൽക്കുന്നത്. 3 റൂം, എന്താ പറയുക, കിച്ചൺ കാര്യങ്ങളൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ഒരു വീട് പോലെ തന്നെ. അപ്പം നമുക്ക് നമ്മുടെ കിച്ചൺ ഇന്ന് കാണാൻ വേണ്ടിയിട്ട് ആദ്യം പറയാനേ ഒരുപാട് വലിയ കാണാൻ വേണ്ടിയിട്ടൊന്നുമില്ല, ഒരു കുഞ്ഞു കിച്ചണാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് നമ്മുടെ അടുക്കള കാണാം. അതായത് ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് റൂം പോലെയാണ്. നമുക്ക് ഇങ്ങനെ തുറക്കാം. ഒരു കുഞ്ഞു അടുക്കളയാണ് നമുക്കുള്ളത്. ഇതാണ് മൊത്തത്തിലുള്ള വ്യൂ. ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞുതരാം. ഇവിടെയാണ് കുക്ക് ചെയ്യുന്നത്. ഇത് ഇലക്ട്രിക്കാണ്. അതായത് ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ചുമന്ന കളറിൽ വരും നമ്മൾ ഓണാക്കുമ്പോൾ. ഇത് കണ്ടോ, ചുമപ്പായി. ഓക്കെ, അങ്ങനെ 3 അടുപ്പായിട്ട് വരുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ ഒരു ചെറിയ സ്പേസ്. ഇവിടെയൊക്കെ നമുക്ക് കറണ്ട്, എന്തെങ്കിലും മിക്സി അങ്ങനെയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു കെറ്റിലുണ്ട്. നല്ല തണുപ്പാണ് പുറത്ത്. അപ്പോൾ ഓക്കെ, ഞാൻ പറഞ്ഞു തന്നത് ഇവിടെ ഒരു ജസ്റ്റ് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ ഞങ്ങൾ പാത്രം കഴുകിയോടെ ഇവിടെ വെക്കും. ഇത് തോർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തടുത്ത് വെക്കാറാണ് പതിവ്. ഇവിടെ വീട്ടിലുണ്ട്. പിന്നെന്താ, പാത്രം സെറ്റ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സ്പൂണ് കാര്യങ്ങൾ ഇവിടെ കട്ടിംഗ് ബോർഡ് ഒക്കെ. പിന്നെ ഇത് ഗ്യാസിൻ്റെ എന്തോ പരിപാടിയാണ്. ഇവിടെ ഇതിൽ കൂടെയാണ് ചൂടുവെള്ളം വരുന്നത്. പിന്നെ എന്താ പറയുക, ഇതിങ്ങനെ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം തണുത്ത വെള്ളം വരും. പിന്നെ ഇവിടെ സ്പൂണൊക്കെ ഇങ്ങനെ വെക്കുന്നത്. പിന്നെ ഒരുപാട് കബോർഡും കാര്യങ്ങളൊന്നും ഇല്ല, കുറച്ച് കബോർഡേ ഉള്ളൂ. അപ്പം ഞങ്ങൾ 2 പേരും ഇവിടെ നിൽക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും ഇവിടെ എൻ്റെ റൂംമേറ്റിൻ്റെ ഷെൽഫാണ്. ഇതാണ് എൻ്റെ ഷെൽഫ്. ഇവിടെ ഇങ്ങനെ സാധനങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതും അഷ്ന എവിടെയാണ് നിൽക്കുന്നത്. അപ്പം എൻ്റെ കൂടെയാണ്. അപ്പം അഷ്നയുടെ സാധനങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. എൻ്റെ സാധനങ്ങൾ ഇവിടെ വരുന്നു. ഇവിടെ ഇങ്ങനെ കത്തി ഉണ്ടോ, മീൻ മുറിക്കുന്ന കത്തിയാണ് ഗൈസ്. ഇത് മീൻ മുറിക്കാൻ വേണ്ടി ഞാൻ നാട്ടിൽ നിന്ന് അമ്മയുടെ കത്തി അടിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷെ ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഈ കത്തി ഉപയോഗിച്ച് ഇങ്ങനെ ആ സൈഡിലെ വാലൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് എനിക്കറിയാം. പക്ഷെ അങ്ങനത്തെ മീൻ ഇതുവരെ വാങ്ങിയിട്ടില്ല. പിന്നെ കത്തിയുടെ കാര്യം പറയുമ്പോൾ കാണാവോ, ഈ 3 കത്തിക്കും ക്യാപ്പുണ്ട്. പക്ഷെ ഈ കത്തിക്ക് ക്യാപ്പ് ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഈ കത്തി സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേ. കാരണം എന്ന് വെച്ചാൽ കൈ മുറിയാൻ ചാൻസ് ഇല്ലേ, അങ്ങനെ ഞാൻ പൊതിഞ്ഞ് വെച്ചേക്കും. ഈ കത്തി ചിക്കൻ മുറിക്കാൻ വേണ്ടി മാത്രം എടുക്കുന്ന കത്തിയാണ്. പിന്നെ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചേക്കാണ്. പിന്നെ ഇതിൻ്റെ അടിയിലേക്ക് ഒരു തട്ടും കൂടെ ചെറിയ സ്പേസാണ്. അപ്പം അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പാത്രം വെക്കാം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിലെന്തായിരുന്നു പറയുക,
ഇതെന്താണെന്ന് പറയാ, ഗ്രില്ല് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ഇത് ഇന്നലെ ഗ്രില്ല് ചെയ്തതിൻ്റെ പേപ്പർ ഇതുവരെ കളഞ്ഞിട്ടില്ല, ചിക്കൻ ഗ്രില്ല് ചെയ്തപ്പം. അങ്ങനെ പിന്നെ ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട്, അവിടെ ഇങ്ങനെ പാത്രം കഴുകേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ വെക്കുന്നു. ഞങ്ങളെ കിച്ചൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കിച്ചൻ്റെ ഉള്ളിൽ തന്നെയാണ് വാഷിംഗ് മെഷീൻ. വാഷിംഗ് മെഷീൻ ഇവിടെ തന്നെ ഉണ്ട്. അപ്പം ഇത്രേ ഉള്ളൂ. ഇതാണ് കുഞ്ഞു അടുക്കളയാണ്. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അങ്ങനെ വലിയ അടുക്കളയൊന്നുമല്ല, കുഞ്ഞു അടുക്കളയാണ്. പക്ഷെ ഈ കുഞ്ഞു അടുക്കളയാണെങ്കിൽ എനിക്കിഷ്ടമാണ് ഈ അടുക്കള. ചെറിയൊരു സ്പേസ്. അപ്പോൾ അടുക്കള കാണിക്കുമ്പോൾ എന്തായാലും അതിനകത്ത് വരുന്നൊരു കാര്യമാണ്, എന്താണ്, നമ്മൾ എവിടെ നിന്ന് ഫുഡ് കഴിക്കണം, ഡൈനിങ് ടേബിൾ. അപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയ ഡൈനിങ് ടേബിളും ഉണ്ട്. ഇതാണ് ആ ഡൈനിങ് സ്പേസ്. ഇതാണ് ഡൈനിങ് ടേബിളിൻ്റെ സ്പേസ് വരുന്നത്. ഇങ്ങനെ ഒരു 6, 1, 2, 3, 4, 5, 6 അത് തന്നെ 6 ചെയറൊക്കെ ഇട്ടിട്ട് ഒരു കുഞ്ഞ് ഡൈനിങ് ടേബിൾ. ഇതുകൊണ്ട് ഇപ്പം ഞാൻ കഞ്ഞിവെള്ളം ആക്കി വെച്ചേക്കുന്നതാണ് ഈ ഡൈനിങ് ടേബിൾ. അപ്പോൾ എൻ്റെ കുഞ്ഞ് അടുക്കള നിങ്ങൾ കണ്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ഒരു മെമ്പർ ആവണം. പിന്നെ പറയാനുള്ളത്, നിങ്ങൾക്ക് ജർമ്മനിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ പ്ലീസ് അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാനിത് സമയം കിട്ടുമ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം. എൻ്റെ വീഡിയോസൊക്കെ പെർഫെക്റ്റ് ആണെന്നല്ല ഞാൻ പറയണത്, അത് കണ്ടാൽ നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാവില്ലായിരിക്കും. പക്ഷെ എന്നിരുന്നാലും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.